അതായത് ഗാസയുടെ റീകൺസ്ട്രക്ഷൻ, പുനർനിർമ്മാണം എന്ന പേരിൽ ആണ് അത് പച്ചയും ചുവപ്പും ആയിട്ട് മാറുന്നത്. പച്ച ബലത്തിൽ ആ പുനർനിർമ്മിക്കുന്ന ഗാസ പച്ച ഇസ്രയേലിൻ്റെ ഭരണത്തിലും സ്വാധീനത്തിലും കയ്യിലും ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആ പച്ച ഭാഗത്താണ് രാജ്യാന്തര സംയുക്ത സേന വരിക. സംയുക്ത സേനയുടെ നിയന്ത്രണത്തിലുണ്ടാവുന്നത്. ഇസ്രയേൽ അവിടെ നിന്ന് പോകാനൊന്നും പോകുന്നില്ലല്ലോ. ചുവപ്പ് എന്ന് പറയുന്നത് റൂയിൻസ്, അതായത് ഈ മൊത്തം 80% തകർന്നു പോയിട്ടുണ്ടല്ലോ കെട്ടിടമൊക്കെ, ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളും എല്ലാം കൂടി ഡംപ് ചെയ്യുന്ന ആ മേഖല, ശവപ്പറമ്പ് മരുപ്പറമ്പ് എന്ന് പറയുന്നതാണ് ഈ ചുവപ്പ് എന്ന് പറയുന്ന ഗാസ. ജീവനുള്ളതും ഇല്ലാത്തതും. അതെ. അപ്പോൾ ഈ ഗാസയ്ക്ക് കിഴക്ക് യെല്ലോ ലൈൻ ഉണ്ട്. ഇപ്പോൾ ഇസ്രയേൽ നിലയുറപ്പിച്ചിരിക്കുന്ന യെല്ലോ ലൈൻ മഞ്ഞ, അപ്പോൾ വേറെ നിറം വന്നു. ആ യെല്ലോ ലൈനിൽ വെച്ചിട്ടാണ് ഈ വിഭജനം നടക്കുക എന്ന റിപ്പോർട്ടിലുണ്ട്. ഇസ്രയേലിൻ്റെ നിയന്ത്രണ മേഖലയിൽ വെച്ചിട്ടാണ് ഈ വിഭജനം നടക്കുന്നത്. അപ്പോൾ ആ പച്ചയിൽ സംയുക്ത സേന വരും. ഈ യെല്ലോ ലൈൻ മാത്രമല്ല, മറ്റേത് ഇസ്രയേലിൻ്റെ കയ്യിലായിരിക്കും. എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഗാസ നിർമ്മിക്കുന്ന ഗാസ ഇസ്രയേലിൻ്റെ കയ്യിലും ബാക്കി അവശിഷ്ട ഗാസയും ആയിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.